Dear friends, welcome to my YouTube channel AR Commerce Lectures. UGC നെറ്റ് എക്സാമിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. എക്സാം എളുപ്പത്തിൽ നേടിയെടുക്കാനുള്ള ചില ടിപ്സുകളും നിലവിലെ മാനദണ്ഡങ്ങളും നിയമങ്ങളും എന്തൊക്കെയാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ എങ്ങനെ സമീപിക്കണം, സിലബസിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പരീക്ഷാ ഹാളിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നെറ്റ് JRF അവാർഡിംഗ് ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, ഇത്തരം ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. ഈ ഒരു എക്സാമിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുന്നത് 55% കുറയാതെ PG നേടിയ ആളുകൾക്കാണ്. ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും നേടിയ PG ആയിരിക്കണം. റെഗുലർ സ്ട്രീമിൽ നേടിയ PG ആവണമെന്ന് നിർബന്ധമില്ല. PG ഫൈനൽ ഇയറിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പ്രൊവിഷണലി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 55% എന്ന് പറഞ്ഞ ക്രൈറ്റീരിയയിൽ നിന്നും റിസർവേഷൻ കാറ്റഗറി ഒഴിവാണ്. 50% മതിയാവും. OBC നോൺ ക്രിമിലിയർ, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, PWD ഇത്തരം റിസർവേഷൻ കാറ്റഗറിയിൽപ്പെടുന്ന ആളുകൾക്ക് 5% മാർക്കിൻ്റെ റിലാക്സേഷൻ ഉണ്ട്. അതേപോലെ 19 സെപ്റ്റംബർ 1991 1991 സെപ്റ്റംബർ 19 മുമ്പേ PG കഴിഞ്ഞ ആളുകൾക്ക് അവർ PhD ഹോൾഡേഴ്സ് ആണെങ്കിൽ 5% മാർക്കിൻ്റെ റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഇനി ഏജ് ലിമിറ്റ് പറയുകയാണെങ്കിൽ JRFന് മാത്രമാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. അസിസ്റ്റൻ്റ് പ്രൊഫസർ തസ്തികയ്ക്ക് യോഗ്യത നേടാനുള്ള അപേക്ഷയിൽ ഏജ് ലിമിറ്റ് പറയപ്പെടുന്നില്ല. ഏത് പ്രായക്കാർക്കും അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ JRFന് വേണ്ടി അപേക്ഷിക്കുന്ന ആളുകൾക്ക് 30 വയസ്സ് വരെ മാത്രമേ അപേക്ഷിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. എന്നാൽ OBC നോൺ ക്രിമിലിയർ, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, ആംഡ് ഫോഴ്സസ്, അതേപോലെ റിസർച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, ഇവർക്കൊക്കെ 5 ഇയേഴ്സിൻ്റെ ഒരു റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ LLM ഡിഗ്രി ഹോൾഡേഴ്സിന് 3 ഇയേഴ്സിൻ്റെ റിലാക്സേഷനും ഉണ്ട്. ഇതാണ് ഏജ് ലിമിറ്റിൻ്റെ കാര്യം. ഇനി റിസർവേഷനെ കുറിച്ചാണ്. ഗവൺമെൻറ്റിൻ്റെ പല തസ്തികകളിലും നൽകിയിരിക്കുന്നത് പോലെ റിസർവേഷൻ ഇവിടെയും പാലിക്കപ്പെടുന്നുണ്ട്. 10% സീറ്റ് റിസർവ് ചെയ്തിരിക്കുന്നത് ജനറൽ EWSനാണ്, അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിനാണ്. ജനറൽ കാറ്റഗറിയിൽപ്പെടുന്ന എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിനാണ്. 15% സീറ്റ്സ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, 7.5% സീറ്റ് ST, 27% OBC നോൺ ക്രിമിലിയർ, 4% പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് PWD. ഇതാണ് റിസർവേഷൻ്റെ അവസ്ഥ. ഇനി പറയാൻ പോകുന്നത് ഈ ഒരു JRF നെറ്റ് അവാർഡിംഗ് ക്രൈറ്റീരിയ ആണ്. ഇവിടെ എക്സാം എഴുതിയ ടോട്ടൽ ആളുകളിൽ നിന്നും മിനിമം യോഗ്യത നേടിയ ആളുകളെ ലിസ്റ്റ് ഔട്ട് ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അവാർഡിംഗ് ക്രൈറ്റീരിയ ആണ് പറയുന്നത്. മിനിമം ക്വാളിഫയിങ് മാർക്സ് നേടിയ ആളുകളെ തിരഞ്ഞെടുക്കും. അതായത് ജനറൽ കാറ്റഗറിയിൽപ്പെടുന്ന ആളാണെങ്കിൽ പേപ്പർ 1ലും പേപ്പർ 2ലും 40% മാർക്ക്. അതേപോലെ റിസർവേഷൻ കാറ്റഗറിയിൽപ്പെടുന്ന SC ST OBC നോൺ ക്രിമിലിയറൊക്കെ ആണെങ്കിൽ 35 മാർക്ക് പേപ്പർ 1 ആൻഡ് പേപ്പർ 2. ഇത് നേടിയ ആളുകളെ ലിസ്റ്റ് ഔട്ട് ചെയ്യും. ബാക്കിയുള്ള ആളുകളെ അവോയ്ഡ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു മിനിമം ക്വാളിഫയിങ് മാർക്സ് നേടിയ ആളുകളെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അതിൽ നിന്നും ടോപ്പ് 6% സെലക്ട് ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പ് എന്നോണം ഈ ഒരു ലിസ്റ്റിൽ നിന്നും ഏറ്റവും ടോപ്പിലുള്ള 6% ആളുകളെ സെലക്ട് ചെയ്യും. അതിനുശേഷം വീണ്ടും എലിമിനേഷൻ റൗണ്ടാണ്. 6% സെലക്ട് ചെയ്ത ആ ഒരു ലിസ്റ്റിൽ നിന്നും വീണ്ടും ടോപ്പിലുള്ള 15% സെലക്ട് ചെയ്യും. ഇവർക്കാണ് ആ ടോപ്പിൽ വരുന്ന 15% ആളുകൾക്കാണ് അസിസ്റ്റൻ്റ് പ്രൊഫസർ എക്സാമിനുള്ള യോഗ്യത നെറ്റ് നാഷണൽ എലിജിബിലിറ്റി
ടെസ്റ്റ് എന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഇനി JRF കൊടുക്കുന്ന ആർക്കാണ് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഈ ഒരു ലിസ്റ്റിൽ നിന്നും 3% ആളുകൾക്ക് ഓരോ സബ്ജക്റ്റിലും സെപ്പറേറ്റ് നോക്കിയിട്ട് ഓരോ കാറ്റഗറിയും സെപ്പറേറ്റ് നോക്കിയിട്ട് 3% ആളുകൾക്കാണ് JRF നൽകുന്നത്. ഇതാണ് JRF നെറ്റ് അവാർഡിംഗ് ക്രൈറ്റീരിയ നിലവിലുള്ളത്. ഇനി മാർക്കിംഗ് സിസ്റ്റമാണ്. ഈച്ച് കറക്റ്റ് ആൻസറിന് 2 മാർക്സാണ്. നോ നെഗറ്റീവ് മാർക്കിംഗ്. മോഡ് ഓഫ് എക്സാം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. ഈ നമ്പർ ഓഫ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് 2 പേപ്പേഴ്സാണ്. പേപ്പർ 1 ആൻഡ് പേപ്പർ 2. സിംഗിൾ സെഷനാണ്. നോ ബ്രേക്ക് ബിറ്റ്വീൻ ബോത്ത് പേപ്പേഴ്സ്. 3 മണിക്കൂർ എക്സാമാണ്. ബ്രേക്കില്ല. പേപ്പർ 1ഉം പേപ്പർ 2ഉം ഒന്നിച്ച് എഴുതണം. അതേപോലെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പറയുകയാണെങ്കിൽ 150 ക്വസ്റ്റ്യൻസ് ആണ്. പേപ്പർ 1ൽ 50 ക്വസ്റ്റ്യൻസും പേപ്പർ 2ൽ 100 ക്വസ്റ്റ്യൻസും ആണ്. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പാണ്. ലാംഗ്വേജ് മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയാണ്. ടൈം ഡ്യൂറേഷൻ പേപ്പർ 1ന് 1 ഹവറും പേപ്പർ 2ന് 2 ഹവറുമാണ്. രണ്ടും കൂടെ 3 ഹവർ ഒന്നിച്ച്. ടോട്ടൽ മാർക്സ് വരുന്നത് പേപ്പർ 1 100 മാർക്കും പേപ്പർ 2 200 മാർക്കുമാണ്. ഓക്കെ. ഇനി ഓൺലൈൻ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. മെയിൽ ID വെച്ചുകൊണ്ടാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, സൈസ് ഓഫ് ഫോട്ടോഗ്രാഫാണ്. 10 KB to 100 KB. ഡയമെൻഷൻ എന്ന് പറയുന്നത് 3.5 cm വിഡ്ത്തും 4.5 cm ഹൈറ്റുമാണ്. അതേപോലെ സിഗ്നേച്ചറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 4 KB to 30 KB ആണ്. 3.5 cm വിഡ്ത്തും 1.5 cm ഹൈറ്റുമാണ്. ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് ഓഫീസിലേക്ക് അയക്കേണ്ടതില്ല. ആപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യം ജനറൽ അല്ലെങ്കിൽ അൺറിസർവ്ഡിന് 1000 ആണ്. OBC നോൺ ക്രിമിലിയർ 500. SC ST PWD ട്രാൻസ്ജെൻഡേഴ്സിന് 250 ആണ് ഫീസ് വരുന്നത്. ഇനി എക്സാം ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് എക്സാം നിലവിൽ കോവിഡ് പ്രമാണിച്ചുകൊണ്ട് ഡേറ്റ് പോസ്റ്റ്പോണ്ടാണ്. നിലവിൽ ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല. ഇറ്റ് വിൽ ബി കണ്ടക്റ്റഡ് ആസ് ഡിറ്റർമിൻഡ് ബൈ NTA ഫ്രം ടൈം ടു ടൈം. അതായത് പിന്നെ ഡേറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ഫിക്സ്ഡ് ഡേറ്റ് പറയാൻ പറ്റില്ല. അത് NTA തീരുമാനിക്കുന്ന ഡേറ്റിന് എക്സാം നടക്കും. ടൈമിംഗ് എന്ന് പറയുന്നത് 2 ഷിഫ്റ്റായിട്ടാണ്. ഷിഫ്റ്റ് 1 9:30 to 12:30. ഷിഫ്റ്റ് 2 2:30 to 5:30. ഫോർനൂൺ ആഫ്റ്റർനൂണായിട്ട് 3 മണിക്കൂർ ഒന്നിച്ചാണ്. ഡ്യൂറേഷൻ 3 മണിക്കൂറാണ്. എക്സാം ഹാളിലേക്കും സെൻറ്ററിലേക്കും എൻട്രി കൃത്യസമയം പറയപ്പെടുന്നുണ്ട്. സെൻറ്ററിൽ 8:30 വരെ ഷിഫ്റ്റ് 1ന് ഉദ്യോഗാർത്ഥികളെ കടത്തിവിടുകയുള്ളൂ. 7:30 തുടങ്ങിയിട്ട് 8:30 വരെയാണ് ടൈം. അതേപോലെ ഷിഫ്റ്റ് 1ന് ഹാളിലേക്ക് കടത്തിവിടുന്ന സമയം 8:45 തുടങ്ങിയിട്ട് 9 മണി വരെയാണ്. 9:30ക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും 9 മണി വരെ മാത്രമേ ഉദ്യോഗാർത്ഥികളെ ഹാളിലേക്ക് കടത്തിവിടുകയുള്ളൂ. അതേപോലെ ഷിഫ്റ്റ് 2 ആണെങ്കിൽ 12:30 to 1:30 ആണ് സെൻറ്ററിലേക്ക് കടത്തിവിടുന്ന സമയം. 1:45 to 2 ആണ് ഹാളിലേക്ക് കടത്തിവിടുന്ന സമയം. 2:30ക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും 2 മണിക്ക് ഹാളിലേക്കുള്ള പ്രവേശനം അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യമാണ്, സമയം നോട്ട് ചെയ്യാം. ഇനി ചില ടിപ്സുകളാണ് പറയുന്നത്. എക്സാം ഹാളിൽ നമ്മൾ പ്രയോഗിക്കേണ്ട ചില ടിപ്സുകളാണ്. ചിലപ്പോൾ എക്സാമിന് നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ ഫെയിലായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ചില ഉദ്യോഗാർത്ഥികൾക്ക് സംഭവിക്കുന്നതാണ്. അതിന് ചില ടിപ്സുകളാണ് പറയുന്നത്. പ്രധാനമായും 2 ടിപ്പുകളാണുള്ളത്. ഒന്നാമത്തത് ടൈം മാനേജ്മെൻറ്റാണ്. പ്രധാനമായും പേപ്പർ 1ന് ഈ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പേപ്പർ 1 പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പേപ്പർ 1ൽ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി 1 മിനിറ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ടൈം എടുത്ത് ശരിയുത്തരത്തിലേക്ക് എത്താൻ പറ്റുമെങ്കിലും നമ്മളതിന് മുതിരരുത്. ക്വസ്റ്റ്യൻ മുഴുവനും വായിച്ച് നോക്കാൻ പോലും സമയം കിട്ടാത്ത ഒരവസ്ഥ
വരുന്ന കാണാറുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം സ്കിപ്പ് ചെയ്യലാണ്. വളരെ ഫാസ്റ്റായിട്ട് സ്കിപ്പ് ചെയ്ത് പോവുക ക്വസ്റ്റ്യൻസ്. എന്നിട്ട് വീണ്ടും റിട്ടേൺ ബാക്ക് തിരിച്ച് വരിക. എന്നിട്ട് ട്രൈ ടു സോൾവ് ടൈം ടേക്കൺ ക്വസ്റ്റ്യൻസ്. അതാണ് ഒരു രീതി. നമ്മൾ പഠനം ആവറേജാണ്, നമ്മുടെ പ്രിപ്പറേഷൻ വളരെ ആവറേജ് രൂപത്തിലാണ് നടത്തിയതെങ്കിലും ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നെറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഈ ഒരു ടൈം മാനേജ്മെൻറ്റ് പ്രധാനമായും ശ്രദ്ധിക്കുക. പ്രധാനമായും പേപ്പർ 1 അറിയുന്ന ആൻസറുകൾ പെട്ടെന്ന് കൊടുക്കുക. നമ്മൾ സമയമെടുത്ത് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഫസ്റ്റ് ടൈമിന് നിൽക്കാൻ പാടില്ല. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് വായിച്ചതിന് ശേഷം അതിൽ അറിയുന്ന ആൻസറുകൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ടൈം ടേക്കൺ ക്വസ്റ്റ്യൻസിലേക്ക് പോകാൻ പാടുള്ളൂ. ഓക്കെ, പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പലപ്പോഴും പല ആളുകളും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ് ഏത് ബുക്കാണ് വാങ്ങേണ്ടത് എന്നുള്ളത്. നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുസ്തകത്തിൽ ഒതുങ്ങുന്നതല്ല സിലബസ്. അതുകൊണ്ട് ഒരു പ്രത്യേക ബുക്സിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. പ്രധാനമായും 2 കാരണങ്ങളാണ് ഇതിനുള്ളത്. ഒന്നാമത്തത്, ഒരു സിംഗിൾ ബുക്കിനകത്ത് ഒരു 400-500 പേജുള്ള ബുക്സിനകത്ത് ചുരുക്കാൻ പറ്റിയ, എഴുതി ചേർക്കാൻ പറ്റിയ സിലബസ് അല്ല നെറ്റ് എക്സാമിൻ്റെത് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട്, നെറ്റ് എക്സാമിൻ്റെ രൂപം എന്ന് പറയുന്നത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്, ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനനുസരിച്ച് ഇമ്പ്രൂവ്മെൻറ്റും അപ്ഡേഷനൊക്കെ ബുക്സിൽ നടക്കണം. അപ്പം അങ്ങനെയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഒരു ബുക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നല്ലതല്ല. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ഒരു ബുക്സ് വാങ്ങുക, എന്നിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്ര ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ കയ്യിലുള്ള ആ ഒരു ബുക്സിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, എത്രമാത്രം ടോപ്പിക്ക് കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആ ഒരു ബുക്സ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ തന്നെ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി നോക്കിയാൽ മതിയാവും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? വാട്ട് ക്യാൻ വി ഡു? എന്ത് ചെയ്യും? നമ്മൾ സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക, എന്നിട്ട് സ്റ്റഡി ടോപ്പിക് ബൈ ടോപ്പിക്. അങ്ങനെയാണ് പഠിക്കേണ്ടത്. സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക, എന്നിട്ട് ടോപ്പിക് വൈസ് പഠിക്കുക. അതായത് ഒരു ടോപ്പിക്ക് ഒരു ബുക്കിൽ വളരെ വിശദമായിട്ടുണ്ടാവും, അതേസമയം മറ്റൊരു ടോപ്പിക്ക് മറ്റൊരു ബുക്സിലായിരിക്കും വിശദമായിട്ടുണ്ടാവുക. അപ്പോൾ ഒരേ ബുക്കിൽ തന്നെ 2 ടോപ്പിക്കുകൾ വിശദമായിട്ടുണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഒരു പ്രത്യേക ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ടോപ്പിക്കാണ് നമ്മൾ നോക്കേണ്ടത്. ഓരോ ടോപ്പിക്കും ഓരോ കൺസെപ്റ്റും ക്ലിയർ ആക്കുക. അതിന് ആവശ്യമായ ബുക്സുകളും അന്വേഷിച്ച് പോവുക. ചിലപ്പോൾ ഗൂഗിളിലായിരിക്കും ഡീറ്റെയിൽ ആയി കാര്യങ്ങൾ ഉണ്ടാവുക. ചിലപ്പോൾ ചില പ്രത്യേക വെബ്സൈറ്റ്, RRBൻ്റെ വെബ്സൈറ്റ്, അതേപോലെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് വെബ്സൈറ്റ്, ഇങ്ങനെ ആവശ്യമായ സോഴ്സുകൾ നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് ഓരോ ടോപ്പിക്കും ഓരോ കൺസെപ്റ്റും ക്ലിയർ ആക്കണം. അല്ലാതെ ഒരു പ്രത്യേക ബുക്ക് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതിലെന്താണോ ഉള്ളത് അത് പഠിച്ചു വെച്ചതുകൊണ്ട് നമുക്ക് അത്ര ഉപകരിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, ഫോക്കസ് ഓൺ ടോപ്പിക്സ് ആൻഡ് നോട്ട് ഓൺ സ്പെസിഫിക് ബുക്സ്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ടോപ്പിക്ക് ഫോക്കസ് ചെയ്യുക. അണ്ടർസ്റ്റാൻഡ് ദ എൻറ്റയർ കൺസെപ്റ്റ്. ക്വസ്റ്റ്യൻ വിൽ നോട്ട് റിപ്പീറ്റ് ബട്ട് കൺസെപ്റ്റ് വിൽ റിപ്പീറ്റ്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായിട്ട് സമീപിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന ബുക്സൊക്കെ വായിക്കുമ്പോൾ ആ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ വായിച്ച് ആൻസർ കണ്ടെത്തി പോവാതെ കൺസെപ്റ്റ് ക്ലിയർ ആവലാണ്. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നില്ല, കൺസെപ്റ്റാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ദ ലോവസ്റ്റ് ലെവൽ ഓഫ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോഗ്നിറ്റീവ് ഡൊമൈൻ ഈസ് ഡാഷ്.
ഓപ്ഷൻ എ നോളജ്, ഓപ്ഷൻ ബി കോംപ്രഹെൻഷൻ, ഓപ്ഷൻ സി ആപ്ലിക്കേഷൻ, ഓപ്ഷൻ ഡി അനാലിസിസ്. ഇവിടെ ആൻസർ നോളജ് ആണ്. ലോവസ്റ്റ് ലെവൽ ഓഫ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോഗ്നിറ്റീവ് ഡൊമൈൻ നോളജ് ആണ് ആൻസർ. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇവിടെ നോളജ് എന്നുള്ള ആ ഒരു ആൻസർ ജസ്റ്റ് പഠിച്ച് പോകുന്നതിനപ്പുറത്ത് ഈ ഒരു ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് അത് വിശദമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓർഡറിൽ ഫസ്റ്റ് ഏതാണ്, ലാസ്റ്റ് ഏതാണ്, ഈ കൺസെപ്റ്റ് ക്ലിയർ ആക്കുക. അതേപോലെ ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോഗ്നിറ്റീവ് ഡൊമൈൻ എന്നൊക്കെ കൃത്യമായിട്ട് പറയുക. ആ രൂപത്തിലുള്ള ഒരു പ്രിപ്പറേഷനാണ് വേണ്ടത്. കൺസെപ്റ്റ് ക്ലിയർ ആവുക, അല്ലാതെ ക്വസ്റ്റ്യൻസ് നോക്കി ആൻസർ കണ്ടെത്തി പോവലല്ല വേണ്ടത്. അത് പഠിക്കാനുള്ള തയ്യാറെടുപ്പിനുള്ള ഒരു മുൻകരുതലാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പറയുകയാണ്. എൻ്റെ സബ്ജക്റ്റ് കൊമേഴ്സാണ്. അപ്പോൾ കൊമേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് 4 P's ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിലെ 4 P'സുമായി ബന്ധപ്പെടാത്തതേത് എന്നാണ്. അപ്പോൾ ഓപ്ഷൻസിൽ എ പ്രോഡക്റ്റ്, ഓപ്ഷൻ ബി പ്രൈസ്, ഓപ്ഷൻ സി പ്ലേസ്, ഓപ്ഷൻ ഡി പ്രോസസ്സ്. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്ഷൻ ഡി ടിക്ക് ചെയ്ത് ആൻസർ കണ്ടെത്തി പോവാതെ വിശദമായിട്ട് 4 P'സിനെ കുറിച്ച് പഠിക്കണം. 4 P's മാത്രമല്ല 7 P's ഉണ്ട്. അപ്പോൾ 7 P'സിനെ കുറിച്ച് പഠിക്കുക. അതേപോലെ ഏത് മാനേജ്മെൻറ്റ് ഗുരുവാണ് ഈ ഒരു കൺസെപ്റ്റ് 4 P's എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന് നമ്മൾ സമീപിക്കുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിനും ഒരു 10 to 15 മിനിറ്റ്സ് എടുത്ത് പഠിക്കുക. അങ്ങനെ 10 years ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 2009 to 2019 10 years ക്വസ്റ്റ്യൻസ് പഠിക്കുകയാണെങ്കിൽ നെറ്റ് നിങ്ങൾ നേടിയെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ. 2002 ജൂൺ 1 മുമ്പേ സെറ്റ് എക്സാം പാസ്സായവരും PhD നേടിയ ആളുകളും നെറ്റ് എക്സാം നേടുക എന്ന റൂളിൽ നിന്നും ഒഴിവാണ്. ഇനി എൻ്റെ സബ്ജക്റ്റായിട്ടുള്ള കൊമേഴ്സിനെ കുറിച്ച്, പേപ്പർ 2നെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. ഡീറ്റെയിൽഡ് സിലബസ് ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്, നോട്ട് ചെയ്യുക. സിലബസിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വാട്ട് അബൌട്ട് ന്യൂ ഓർ റിവൈസ്ഡ് സിലബസ്? ന്യൂ സിലബസിനെ നമ്മൾ സമീപിക്കുമ്പോൾ നമുക്കതിനെ നോക്കിക്കാണാൻ വേണ്ടി കഴിയുക 2 ആംഗിൾസിലാണ്. 2 types ഓഫ് ന്യൂ ടോപ്പിക്കാണ് കടന്നു വന്നിട്ടുള്ളത്. ടൈപ്പ് 1 എന്ന് പറയുന്നത് നമ്മൾക്ക് പരിചയമുള്ള, നമ്മൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന, എന്താണ് പഠിക്കേണ്ടത് എന്നൊക്കെ കൃത്യമായി നമുക്കറിയുന്ന എത്തരം ക്വസ്റ്റ്യൻസാണ് കടന്നു വരുന്നത്, പ്രതീക്ഷിക്കാൻ പറ്റുക എന്നൊക്കെ നമ്മൾ അറിയുന്ന തരത്തിലുള്ള ടോപ്പിക്കുകളുണ്ടാവും. ഉദാഹരണത്തിന് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്, എച്ച് ടെസ്റ്റ്, ട്രേഡ് ക്രിയേഷൻ ആൻഡ് ഡൈവേർഷൻ, ഇത്തരം ടോപ്പിക്കുകൾ. ഇതിനൊരു ബൗണ്ടറി ഉണ്ട്. എന്തൊക്കെയാണ് വരിക എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യുക. അതേപോലെ ടൈപ്പ് 2 ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് എത്ര പഠിച്ചാലും നമുക്കൊരു ഐഡിയ ഉണ്ടാക്കാൻ പറ്റാത്ത, എങ്ങനെയുള്ള ക്വസ്റ്റ്യനാണ് വരിക എന്നുള്ള ഒരു ഷുവർ നമുക്ക് ഇല്ല. ഏത് ക്വസ്റ്റ്യനാണ് വരിക എന്നുള്ള അറിയാത്ത ഒരു ഏരിയ ഉണ്ടാവും. എത്ര കവർ ചെയ്യണം, എങ്ങനെ കവർ ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ട് അറിയാത്ത, അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കുകൾ. അത്തരം ടോപ്പിക്കുകളാണ് ടൈപ്പ് 2ൽ പെടുന്നത്. ഉദാഹരണത്തിന് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, റിപ്പോർട്ട് റൈറ്റിംഗ്, മാനേജ്മെൻറ്റ് ഓഡിറ്റ്, എനർജി ഓഡിറ്റ്, എൻവയോൺമെൻറ്റ് ഓഡിറ്റ്, ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ. അപ്പോൾ നമുക്ക് സമയം വളരെ പരിമിതമാണ്. നമ്മൾ ചെയ്യേണ്ടത് ടൈപ്പ് 1 ടോപ്പിക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക.
എന്നിട്ടത് ഫുൾ സമയമെടുത്ത് പഠിക്കുക. മറ്റുള്ള ടോപ്പിക്കുകൾക്ക് ഒരു ജനറൽ ഐഡിയ ഉണ്ടാക്കുക. അതിന് പുറമെ ടൈപ്പ് 1 ടോപ്പിക്കുകൾ പ്രത്യേകം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് വിജയത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗമാണ്. ഇനി ടോപ്പിക്കുകൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. സിലബസിൽ നിന്നും റിമൂവ് ചെയ്ത ചില ടോപ്പിക്കുകൾ പരിചയപ്പെടുത്തുകയാണ്. എൻവിയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ, അതേപോലെ സെക്കൻഡ് ജനറേഷൻ റിഫോംസ് ബിസിനസ് എൻവയോൺമെൻറ്റിൽ നിന്നും റിമൂവ് ചെയ്തതാണ്. ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും റിമൂവ് ചെയ്തതാണ്. കമ്മ്യൂണിക്കേഷൻ ഓർഗനൈസേഷൻ ബിഹേവിയറിൽ നിന്നും റിമൂവ് ചെയ്തതാണ്. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് HRMൽ നിന്നും റിമൂവ് ചെയ്തതാണ്. ഇതൊക്കെയാണ് പഴയ സിലബസിൽ നിന്നും കട്ട് ചെയ്ത സിലബസിലെ ടോപ്പിക്കുകൾ. ഓക്കെ, പുതിയ ഡീറ്റെയിൽഡ് സിലബസ് ഇതിനോട് ചേർത്തിട്ടുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൊമേഴ്സിൽ നെറ്റ് എക്സാം എഴുതുന്ന ആളുകൾക്ക് ഉപകാരപ്രദമായ ചില യൂസ്ഫുൾ ബുക്സുകൾ കൂടെ ചേർത്തിട്ടുണ്ട്, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായും രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.